പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 30 ശനി. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നടന്ന ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അഷുറൻസിന്റെ GCC ഉദ്യോഗസ്ഥരുടെ രണ്ടാം യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു. സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച് ഒമാൻ അതോറിറ്റി ഫോർ അക്കാഡമിക് അക്രഡിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അഷുറൻസ് ആണ് സംബന്ധിച്ചത്. പൊതുതാൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാന്റെ തുറമുഖ നഗരമായ സൂറിൽ പുതിയ നടപ്പാതകളും സൈക്കിൾ പാതകളും വിനോദ കേന്ദ്രങ്ങളും ഒരുക്കി തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ്. 2 നടപ്പാതകളാണ് സൂറിലെ കടൽ തീരത്തോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒമാൻ LNGയുടെ സഹകരണത്തോടെ ഒരുക്കിയ സംരംഭം ഗവർണർ ഡോക്ടർ യഹിയ ബിൻ ബദർ അൽ മൗലവിയുടെ കാർമ്മികത്വത്തിൽ നാടിന് സമർപ്പിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. വടക്കൻ ഗവർണറേറ്റുകളിലാണ് ഭാഗികമായി മഴ പെയ്തത്. വെള്ളിയാഴ്ച രാവിലെയോടെ ആരംഭിച്ച മഴ വൈകിട്ടും തുടരുകയായിരുന്നു. വിവിധ വിലായത്തുകളിൽ വാദികൾ കവിഞ്ഞൊഴുകി. ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സമായിൽ, നഖൽ, റുസ്താഖ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വാദികളിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാജ്യത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞായറാഴ്ച വരെ കാറ്റും മഴയും ഉണ്ടാകും. പ്രവാസി കേരളീയരുടെയും തിരികെയെത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി 2024 ഡിസംബർ 15 വരെ നീട്ടി. നേരത്തെ നവംബർ 30 വരെയായിരുന്നു. 2 വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്യുന്ന, വാർഷിക വരുമാനം 3 ലക്ഷം വരെയുള്ള പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും 2024-25 അധ്യയന വർഷത്തിലെ 1-ാം വർഷ വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പിന് അർഹത. നോർക്ക വെബ്സൈറ്റ് www.scholarship.norcaroots.organization സന്ദർശിച്ച് ഓൺലൈനായി മാത്രമേ അപേക്ഷ നൽകാനാകൂ. പഠിക്കുന്ന കോഴ്സിനു വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് 60% മാർക്ക് കരസ്ഥമാക്കിയവരാകണം. റെഗുലർ കോഴ്സുകൾക്ക് കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. വിശദവിവരങ്ങൾ 047127700528 അല്ലെങ്കിൽ 277054 27705000 എന്നീ നമ്പറുകളിലും നോർക്ക ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800-425-3939, ഇന്ത്യയിൽ നിന്നും 8802-012-345, വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസിൽ നിന്നും ലഭിക്കും. തലസ്ഥാനത്തെ ഒരു ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് നിന്നും അപരിചിതർ വിദ്യാർത്ഥിയെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന തരത്തിലുള്ള പ്രചാരണം നിഷേധിച്ച് സ്കൂൾ അധികൃതർ. ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിനരികിലേക്ക് പോകുകയായിരുന്ന കുട്ടിയെ വിളിച്ച് രക്ഷിതാവ് പറഞ്ഞയച്ചതാണെന്നും വാഹനത്തിൽ കയറാനും അപരിചിതർ ആവശ്യപ്പെട്ടുവെന്ന തരത്തിലായിരുന്നു സന്ദേശങ്ങൾ പ്രചരിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലും ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ രക്ഷിതാക്കളിലും ആശങ്ക പരന്നിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രചരണത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ച സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തുകയും ഇത് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു. സ്കൂളിന്റെ ചുറ്റുഭാഗങ്ങളിലെയും CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ അധികൃതർ പരിശോധിച്ചു. എന്നാൽ സ്കൂൾ പരിസരത്ത് നിന്നും പറയപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ബന്ധപ്പെട്ട രക്ഷിതാക്കളെയും ഈ വിഷയം ബോധ്യപ്പെടുത്തതായും പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു. സ്കൂളിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സർക്കുലറിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്കൂളിന്റെ സമീപങ്ങളിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷ സ്കൂൾ മുൻതൂക്കം നൽകുന്നതായും സർക്കുലറിൽ വ്യക്തമാക്കി. അതേസമയം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ലെന്നും പ്രിൻസിപ്പൽ സർക്കുലറിൽ അറിയിച്ചു.
വിദേശ രാഷ്ട്രങ്ങളിലെയോ അന്താരാഷ്ട്ര പെർമിറ്റ് ഉള്ളതോ ആയ ലൈസൻസുമായി ഒമാനിൽ വാഹനമോടിക്കുന്ന വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും മാനദണ്ഡങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് ടൂറിസം ട്രാൻസിറ്റ് ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് മാത്രമാണ് വിദേശ ലൈസൻസുമായി ഒമാനിൽ വാഹനമോടിക്കാൻ സാധിക്കുക. 3 മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള ലൈസൻസ് ആയിരിക്കണം. അതേസമയം രാജ്യത്തെത്തുന്ന സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് ഒമാനിൽ വാഹനം ഓടിക്കാമെന്ന ഉത്തരവ് കഴിഞ്ഞ വർഷമാണ് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയത്. ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ലെങ്കിലും സ്വന്തം രാജ്യത്തെ ലൈസൻസ് ആയാലും മതിയെന്ന് ROP ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് പ്രവേശിച്ച് 3 മാസം വരെ സന്ദർശകനോ ടൂറിസ്റ്റിനോ സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം. വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങളും സഞ്ചാരികളുടെ ഒഴുക്കും ഈ തീരുമാനം കാരണമാണ് ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വാഹനം വാടകയ്ക്ക് നൽകുന്ന വ്യാപാര മേഖലയ്ക്കും ഈ നടപടി ഉണർവേകിയിരുന്നു. ഇതുവഴി മേഖലയിൽ വ്യവസായവും വർദ്ധിച്ചതായി റെന്റ് എ കാർ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പറയുന്നു. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒമാൻ പോലെയുള്ള രാജ്യത്തിന് ഏറെ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. സുൽത്താനേറ്റിലെ റോഡുകൾ സുരക്ഷിതവും ലോകോത്തര നിലവാരമുള്ളതുമായതിനാൽ ഏത് രാജ്യക്കാരനും സുഗമമായി വാഹനമോടിക്കാൻ സാധിക്കും. കാഴ്ചകളാലും വിനോദസഞ്ചാര പ്രവർത്തനങ്ങളാലും സമ്പന്നമായ സുൽത്താനേറ്റിലുടനീളം ചുറ്റി സഞ്ചരിക്കാൻ ഇതിലൂടെ വിനോദസഞ്ചാരികൾക്ക് സാധിക്കും. 103 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ 14 ദിവസത്തേക്ക് ഒമാൻ സന്ദർശിക്കാൻ 2021 ROP അനുമതി നൽകിയിരുന്നു. ഇതും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ടാക്കി. മുൻകൂർ ഹോട്ടൽ ബുക്കിംഗ്, ആരോഗ്യ ഇൻഷുറൻസ്, മടക്ക ടിക്കറ്റ് അടക്കമുള്ള നിബന്ധനകൾ പാലിച്ചാണ് വിസയില്ലാതെ ഇത്തരത്തിൽ സന്ദർശിക്കാൻ സാധിക്കുക. ഇന്ത്യൻ സ്കൂൾ ബോർഡിന് ഒമാൻ കോടതി 20 കോടി രൂപയ്ക്ക് തുല്യമായ പിഴ വിധിച്ച സംഭവത്തിൽ കടുത്ത ആശങ്കയുമായി രക്ഷിതാക്കൾ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാന് നിവേദനം നൽകി. കരാർ ലംഘനത്തിന് ബോർഡിനെതിരെ കെട്ടിട ഉടമ നൽകിയ ഹർജിയിലാണ് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കോടതി കനത്ത പിഴ വിധിച്ചത്. ഒമാനിലെ ബർഖ മേഖലയിലുള്ള രക്ഷിതാക്കളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് മുൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ബർഖയിൽ ഇന്ത്യൻ സ്കൂൾ തുടങ്ങാൻ തീരുമാനം എടുക്കുകയും നിർമ്മാണ ചുമതലയ്ക്ക് ഭൂവുടമയുമായി കരാർ ഒപ്പിടുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഡയറക്ടർ ബോർഡ് കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഭൂവുടമ ബോർഡിനെതിരെ കോടതിയെ സമീപിച്ചത്. ദീർഘകാലത്തെ നിയമവ്യവഹാരത്തിനൊടുവിലാണ് ഏകദേശം 20 കോടിയോളം രൂപ ഇന്ത്യൻ സ്കൂൾ ഭൂവുടമയ്ക്ക് നൽകണമെന്ന് കോടതി വിധിച്ചത്. കരാർ പ്രകാരം ബർഖയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം എന്തുകൊണ്ടാണ് ബോർഡ് സ്കൂളിന്റെ പ്രവർത്തനം തുടരാതിരുന്നതെന്നും കരാറിൽ നിന്ന് പിന്മാറിയതെന്നും വ്യക്തമാക്കണമെന്ന് രക്ഷിതാക്കൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസ് മാത്രം വരുമാന മാർഗമുള്ള സ്കൂൾ എങ്ങനെയാണ് ഇത്രയും വലിയ തുക കണ്ടെത്തുന്നത് എന്ന ചോദ്യം രക്ഷിതാക്കൾ ഉന്നയിച്ചു. ഭീമമായ ഈ ബാധ്യത വിദ്യാർത്ഥികളുടെ ഫീസ് വർധനയ്ക്ക് കാരണമാക്കുമോ എന്ന കടുത്ത ആശങ്ക ഇന്ത്യൻ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒമാനിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയോ രക്ഷിതാക്കളെയോ ബാധിക്കാത്ത തരത്തിൽ വിഷയം പരിഹരിക്കണമെന്ന് രക്ഷിതാക്കൾ നിവേദനത്തിൽ ചെയർമാനോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങളുടെ നിജസ്ഥിതി രക്ഷിതാക്കളെ അറിയിക്കണമെന്നും ബോർഡ് കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾക്ക് ബാധ്യത വരാത്ത രീതിയിൽ പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നും ബോർഡ് ചെയർമാനോട് ആവശ്യപ്പെട്ടതായി നിവേദക സംഘത്തിലുണ്ടായിരുന്ന അനു ചന്ദ്രൻ, റിയാസ് അമ്പലവൻ, ബിജോയ്, വരുൺ ഹരിപ്രസാദ്, സുജിന മനോജ്, ശ്രീകുമാർ, ജാൻസ് അലക്സ്, സുരേഷ് കുമാർ, സന്തോഷ് എന്നിവർ അറിയിച്ചു. സഹകരണത്തിന്റെ പുതിയ കവാടങ്ങൾ തുറന്ന് 2 ദിവസത്തെ തുർക്കി സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് തിരിച്ചെത്തി. സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും തുർക്കിയും തമ്മിൽ 10 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. അങ്കാറയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് ഉർദുഗാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണ കരാറുകളിൽ എത്തിയത്. സംയുക്ത നിക്ഷേപവും ആരോഗ്യവും സംബന്ധിച്ച് 2 കരാറുകളിലും രാഷ്ട്രീയ ആലോചനകൾ, നിക്ഷേപ പ്രോത്സാഹനം, കൃഷി, മത്സ്യം, മൃഗം, ജലസമ്പത്ത്, തൊഴിൽ സംരംഭകത്വം, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കേന്ദ്ര ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം, സാംസ്കാരിക സഹകരണം എന്നിവയെക്കുറിച്ചുള്ള 8 ധാരണാപത്രങ്ങളിലുമാണ് ഒപ്പുവെച്ചത്. റജബ് തൊയ്യബ് ഉർദുഗാനുമായി നടത്തിയ ക്രിയാത്മകമായ ചർച്ചകളിലും കൂടിയാലോചനകളിലും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു.
ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.